ഹലോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മൂഡ് അത്ര ശരിയല്ല, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ മൂഡില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് മൂഡില്ല, ഞാൻ ആകെ മൂഡ് ഔട്ടാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണിത്. ഇനി മൂഡ് ഔട്ടായിരുന്നാൽ എന്താ പ്രശ്നം? വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി മൂഡ് ഔട്ടായി എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ മൂഡ് ഔട്ടായാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്താൽ തന്നെ അത് അത്ര ശരിയാവുകയില്ല, അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴും നമ്മൾ വീണ്ടും വിഷമിക്കും. ഇനി ഈ മൂഡ് ഔട്ട് ആകുന്നത് ഒരു വലിയ സംഭവമാണോ? അത് നമുക്കുള്ള ഒരു വലിയ പ്രശ്നമാണോ? എല്ലാവരും തന്നെ ഇങ്ങനെ മൂഡ് ഔട്ട് ആവാറുണ്ട് പല സാഹചര്യങ്ങളിലും. കാരണം ജീവിതമാണ്. എപ്പോഴും നമ്മൾ ഒരേ സന്തോഷത്തിലും ഒരേ ചിന്തകളിലും ഒന്നും പോയെന്ന് വരില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങൾ വരുമ്പം നമ്മൾ പലപ്പോഴും മൂഡ് ഔട്ടാവും. ഈ മൂഡ് ഔട്ട് ആവുമ്പോൾ നമ്മളെ നല്ല മൂഡിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നല്ല മൂഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വിദ്യ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ എപ്പിസോഡിലൂടെ. അപ്പം ഞാനത് ചെയ്ത് റിസൾട്ട് കണ്ടതാണ്. നിങ്ങളും അത് പോസിറ്റീവായിട്ട് എടുത്ത് അത് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മൂഡ് മെച്ചപ്പെടുത്താം ഈ വിദ്യയിലൂടെ എന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ വായിക്കാനിടയായി. ബെറ്റർ ലിവിങ് എന്ന് പറയുന്ന ഒരു ലേഖനം. അത് വായിച്ചപ്പോൾ അതിനകത്ത് കുറേ ചോദ്യങ്ങൾ അവർ തന്നിട്ടുണ്ട്, ഒരു 9 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് ആ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വായിച്ച് സമയമെടുത്ത് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ തിരക്കിലോടുകയാണ്, എന്തിനോ വേണ്ടി തിരക്കിൽ പായുകയാണ്. പക്ഷെ നമ്മുടെ പ്രായത്തിലുള്ളവരെങ്കിലും ഇനി ഈ തിരക്കൊക്കെ ഒന്ന് കുറച്ച്, അതായത് നമ്മുടെ ലൈഫിൻ്റെ സ്പീഡൊന്ന് കുറച്ചിട്ട് കുറച്ച് സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ ശ്രമിക്കണം. ഈ 2025 അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ആ വിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത്. മിക്ക സമയവും നമ്മുടെ മനസ്സ് എന്താ ചെയ്യുന്നത്? അസുഖകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കും. ഒന്നും നമുക്ക് ചെയ്യാനില്ല, നമ്മൾ ഒന്നിലും എൻഗേജ്ഡ് അല്ല എങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും ഇങ്ങനെ മോശം കാര്യങ്ങളിലേക്ക്, അതായത് സുഖകരമല്ലാത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നല്ലതൊന്നും വരില്ല. എന്നിട്ട് നമ്മുടെ മനസ്സിങ്ങനെ ആവശ്യമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഏറ്റവും വലിയ ബന്ധു. ആ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ശരിയല്ല. മനസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിനെ ശരിയായിട്ട് രീതിയിൽ നിർത്താൻ സാധിച്ചാലേ നമ്മുടെ ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവും, നല്ല ഉറക്കം കിട്ടുള്ളൂ. അപ്പം നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, മൂഡ് ഔട്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമല്ലേ? അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മൂഡ് ഔട്ട് ആവുന്നത്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും, അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തും. പക്ഷെ നമ്മളിലേക്ക് തന്നെ നോക്കുക, ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ മനസ്സിൻ്റെ വിഷമത്തിന് കാരണം എന്താണ്? എൻ്റെ ചിന്തകളല്ലേ? ഇതൊന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഭാഷണങ്ങളുണ്ട്. ഇൻറ്റേർണൽ ടോക്സ് എന്ന് പറയും. ഉള്ളിൽ നടക്കുന്ന, മനസ്സിനകത്ത് നടക്കുന്ന, നമ്മളോട് തന്നെ ചെയ്യുന്ന കുറേ സംഭാഷണങ്ങൾ, അതും നമ്മളെ മൂഡ് ഔട്ട് ആക്കുന്നതോ മൂഡാക്കുന്നതിനോ ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളോട് പറയുന്നത് മോശമായിരിക്കും, നെഗറ്റീവ്സ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും പറയാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നതിന് വേറെ ആരെയും കുറ്റം പറയാനില്ല. നമ്മുടെ ഇൻറ്റേർണൽ ടോക്സിന്, ഉള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ എന്താണ്? അത് കഴിഞ്ഞിട്ടാണ്, അതാണ് വികാരമായിട്ട് മാറുന്നത്. നമ്മൾ ഒരാളെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കുമ്പോഴാണ് മോശമായ ഒരു വികാരം അല്ലെങ്കിൽ ഒരു ദേഷ്യം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ നമ്മുടെ വികാരങ്ങളെയും മാറ്റാം. അപ്പോൾ നമ്മൾ ഈ മൂഡ് ഔട്ടൊക്കെ മാറി നല്ല ഫോമിലേക്ക് നമ്മൾ വരും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി വികാരത്തെ മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും, നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചാൽ. സങ്കടമോ ദേഷ്യമോ ഒക്കെ
പേടിയോ ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നാൽ അതൊക്കെ മാറ്റി സന്തോഷമാക്കി മാറ്റാനുള്ള ഒരു അത്ഭുത ശക്തി നമ്മുടെ ഈ മനസ്സിലുണ്ട്. നമ്മുടെ മനസ്സിന് വേറെ ശക്തികളില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അമേരിക്കയിൽ പോവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്തേക്ക് പോവാം. അപ്പം അങ്ങനെ ഒരു പ്രത്യേക സിദ്ധി നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളാണ് ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മൾ എന്ത് ഭക്ഷണമാണോ മനസ്സിന് കൊടുക്കുന്നത്, മനസ്സിൻ്റെ ഭക്ഷണം ചിന്തകളാണ്. അപ്പം നമ്മൾ എന്ത് ഭക്ഷണമാണോ കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് നല്ല ചിന്തകൾ കൊടുക്കുക. നല്ല ചിന്തകൾ കൊടുത്താൽ നമ്മളുടെ ഫീലിങ്ങും നല്ലതായിരിക്കും, നമ്മളുടെ ഹെൽത്തും എല്ലാം അതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫീലിങ്സ് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ബുക്കും പേപ്പറും എടുക്കുക. നിങ്ങളുടെ മൂഡ് ഔട്ടുള്ള സമയത്ത് അത് മാറാൻ വേണ്ടി ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു 9 ചോദ്യങ്ങൾ ഇവിടെ ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് എഴുതിയേക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇത് സമയമെടുത്ത് നിങ്ങൾ ഓർത്ത് ആ ബുക്കിലേക്ക് എഴുതണം. എന്നാലേ പ്രയോജനമുള്ളൂ. നിങ്ങൾ ചുമ്മാ ഓർത്തിട്ട് കാര്യമില്ല, അതൊരു ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. അതാ ഞാൻ പറഞ്ഞ ലൈഫിൻ്റെ സ്പീഡ് അല്പം കുറച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ കുറച്ച് സമയം കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല കാര്യം അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നമ്മളെക്കുറിച്ച് എല്ലാവരും മോശമായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ പറഞ്ഞത്, നല്ലതും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല കാര്യം, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ മോശം കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കും, വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ നിന്ന് മാറില്ല. പക്ഷെ നല്ല കാര്യം ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും. അതും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യം, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല കാര്യം അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അത് നിങ്ങൾ ഓർത്ത് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു ഇഷ്ടപ്പെട്ട ഓർമ്മ എഴുതുക. കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഒരുപാട് നല്ല ഓർമ്മകളൊന്നും ആയിരിക്കില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നല്ല ഓർമ്മകൾ കാണും. നിങ്ങൾ ഓർത്തെടുത്ത് അത് എഴുതുക. ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു സുഹൃത്ത് മിസ്റ്റർ PC സ്കറിയ, അദ്ദേഹം ഒരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓർമ്മകൾ, ചെറുപ്പത്തിലെ ഓർമ്മകൾ ഒരു ബുക്കായിട്ട് മാറ്റി, ഒരു ബുക്കാക്കി. ഇന്നലെ ആ ഒരു ബുക്ക് ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ തരികയാണ്. അദ്ദേഹം ഒപ്പിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നു. അപ്പോൾ ആ ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്, ചെറുപ്പത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ. നിറമില്ല ബാല്യത്തിൻ്റെ നിറമുള്ള ഓർമ്മകൾ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ഓർമ്മകൾ അതിനകത്ത് ഓരോരോ കഥകളല്ല, ഓരോരോ സംഭവങ്ങളായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പലതും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ ഉണ്ട്. അപ്പം നമ്മളും ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്ന അതിലൊരു പ്രധാനപ്പെട്ട, അതിൻ്റെ ബുക്കിൻ്റെ പേര് മേക്കോടലതി. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, അത് ഇച്ചിരി ഒന്ന് പറയാതെ രക്ഷയില്ല. മേക്കോടലതി എന്ന് പറഞ്ഞേക്കുന്നത്, അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത് 4ാം ക്ലാസ്സിൽ തൊട്ടാണ് ശരിക്കും ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഓരോ പീരീഡ് തുടങ്ങുന്നതിന് മുമ്പും കുട്ടികളെല്ലാം കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് മേക്കോടലതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ്, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അറിയില്ല. മേക്കോടലതി എല്ലാവരും പറയുന്നു, അദ്ദേഹവും പറഞ്ഞു. കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് മേ ഗോഡ് അലൗ ദീ. ആ ഇംഗ്ലീഷായിരുന്നു മേക്കോടലതി എന്നിവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി രസകരമായ ഓർമ്മകൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനത് കുറേ വായിച്ചു, ഇനി അത് കുറച്ചും കൂടെ വായിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകൾ, ഇഷ്ടപ്പെട്ട ഓർമ്മകളും നമുക്കുണ്ടാവും. അപ്പം നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു ഇഷ്ടപ്പെട്ട ഓർമ്മ എഴുതുക. പിന്നെ അടുത്ത മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല ഒരു സമ്മാനം. സമ്മാനങ്ങളെന്ന് പറയുമ്പോൾ അത് വാക്കുകളാവാം, എന്തെങ്കിലും ഗിഫ്റ്റുകളാവാം. സമ്മാനങ്ങൾ തന്നെ നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല ഒരു സമ്മാനം. അടുത്ത നാലാമത്തത്, നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മ. അപ്പം നിങ്ങളുടെ സ്കൂൾ കാലത്തെ ആവാം, കോളേജ് കാലത്തെ ആവാം, ഒരിഷ്ടപ്പെട്ട ഓർമ്മ അത് നിങ്ങൾ ഓർത്ത് എഴുതുക. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങൾ ജീവിതത്തിൽ കേട്ട ഒരു വലിയ തമാശ ഓർത്തെഴുതുക. ആ തമാശ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നി, വേറൊരാൾക്ക് തമാശയായിട്ട് തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ജീവിതത്തിൽ കേട്ട ഒരു വലിയ തമാശയെന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ ഓർത്ത് എഴുതുക. അടുത്തത് ആറാമത്തെ ചോദ്യം, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം.
ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യം ഓർത്ത് അത് എഴുതുക. 7ാമത്തെ ചോദ്യം, നിങ്ങളുടെ ഏറ്റവും അഭിമാനം തോന്നിയ നേട്ടം എന്താണ്? ഏറ്റവും നിങ്ങൾക്ക് അഭിമാനം തോന്നിയ നിങ്ങളുടെ ഒരു നേട്ടം, ആ നേട്ടത്തെക്കുറിച്ച് എഴുതുക. 8ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ സമാധാനം തോന്നിയത് എപ്പോഴാണ്? ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനമായി എന്ന് തോന്നിയ ആ സമാധാനം തോന്നിയത് എപ്പോഴാണ്? ലാസ്റ്റ് ചോദ്യമാണ്, 9ാമത്തെ ചോദ്യമാണ്, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യം. ഈ 9 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം കണ്ടെത്തി അത് എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡ് ആയിരിക്കും, നിങ്ങളുടെ മൂഡ് മെച്ചപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാനും ഇത് ആദ്യം വായിച്ചപ്പോൾ ഇത് നിസ്സാരമായിട്ട് കളഞ്ഞു, ഇതെന്താ എഴുതാൻ എന്നിങ്ങനെ ഓർത്തു, അതൊക്കെ ഇപ്പോൾ ഓർക്കും എന്നൊക്കെ. അതേസമയം ഓരോ ക്വസ്റ്റ്യനായി വായിച്ച് ഓർത്തെടുത്തപ്പോൾ അത് എഴുതിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് റിലാക്സ്ഡായി. ഇതൊരു TA പറയുന്ന ഒരു സ്ട്രോക്ക് പ്രാക്ടീസാണ്. നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഓർമ്മകൾ, നമ്മുടെ കുഞ്ഞുനാളത്തെ നല്ല അനുഭവങ്ങൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ലിഫ്റ്റാവും. അപ്പം നമുക്ക് നമ്മുടെ മൂഡ് ഔട്ടൊക്കെ മാറും. അപ്പം നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്, ഒന്നിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇനി വരാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് ഇങ്ങനെ ഉത്കണ്ഠ, ടെൻഷൻ ഒക്കെയാവും. ഈ 2 രീതിയിലാണ് നമ്മൾ എപ്പോഴും പോകുന്നത്. ഇപ്പോഴുള്ള സന്തോഷമൊന്നും ആസ്വദിക്കാൻ നമ്മൾ ആസ്വദിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും മനഃപൂർവ്വം നമ്മുടെ സ്പീഡൊക്കെ കുറച്ചിട്ട്, ഇനി നമ്മൾ ലൈഫിൽ എന്തിനാ ഒത്തിരി എൻ്റെയൊക്കെ ഏജുള്ളവരോട് പറയുകയാണ്, സ്പീഡൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കൂടി ഒന്ന് ആസ്വദിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുക. ഇപ്പം പ്രായമുള്ളവർ ഒത്തിരി അങ്ങനെ ജീവിതം ആസ്വദിക്കാനായിട്ട്, സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രായമുള്ള ആളുകൾ നൃത്തം ചെയ്യാനും പാട്ട് പാടാനും ടൂർ പോകാനും. ഇപ്പം ഏറ്റവും കൂടുതൽ ടൂർ പോകുന്നത് പ്രായമുള്ളവരാണ്. ചെറുപ്പക്കാർക്കിപ്പം അവർക്ക് ജോലിയും തിരക്കുകളും ഒക്കെ ആയിട്ട് പോകുന്നെങ്കിലും മുതിർന്നവർ അല്ലെങ്കിൽ പ്രായമുള്ളവർ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ സഹകരണമില്ലാതെ നമ്മളെ ആർക്കും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനിടയ്ക്ക് സന്തോഷിക്കണം എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ പറ്റും. അതിന് സമയം കണ്ടെത്തണം, അതിനുള്ള മനസ്സുണ്ടാവണം. അപ്പോൾ 2025 സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു വർഷമാകട്ടെ. നമ്മുടെ ലൈഫിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ച് ചുറ്റുമുള്ള സന്തോഷങ്ങളൊന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ നിങ്ങൾക്ക് മനസ്സാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.